നമസ്കാരം. ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം എന്താണെന്ന് ഇത് കേൾക്കുന്നവർ ഒരു പക്ഷേ അവരുടെ പ്രായം ചെറുതായിരിക്കാം വലുതായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60 വയസ്സോ 65 വയസ്സോ 40 വയസ്സോ 30 വയസ്സോ ഒക്കെ ഉള്ളവർ കേൾക്കുന്നുണ്ടാവാം. അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കണ്ടുമുട്ടിയ സ്നേഹബന്ധങ്ങൾ, അതിപ്പോൾ കുടുംബക്കാരാകാം, സ്വന്തക്കാരാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താകാം, സുഹൃത്ത് വലയങ്ങളാകാം. നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചു പോകാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ പോലും ചില സമയത്ത് നിങ്ങളെ പുറകിൽ നിന്ന് കുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാണ് ഇവിടെ വരുന്നത്. ഇന്ന് ഈ ലോകത്തിൽ, ഭൂലോകത്തിൽ മക്കൾ പോലും, അല്ലെങ്കിൽ ബന്ധുക്കൾ പോലും, അല്ലെങ്കിൽ മറ്റുള്ളവർ പോലും നമ്മളെ സ്നേഹിക്കുന്നത് സ്വാർത്ഥപരമായിട്ടാണ്. എന്തിന്? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് അവരിൽ നിന്നും എന്തെങ്കിലും അവർക്ക് പ്രയോജനം കിട്ടും എന്നുള്ള തലത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. പ്രായമായി കഴിയുന്നുണ്ടെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഊന്നുവഴിയായി നിലനിൽക്കും എന്നൊക്കെയുള്ള തലത്തിലായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തി സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് സ്നേഹത്തിൽ ധ്യാനം കലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൽ പോകുന്ന വ്യക്തികൾക്ക് സ്നേഹത്തിൻ്റെ സീമയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ആ സ്നേഹത്തിന് സ്വാർത്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇതിപ്പോൾ ചിലപ്പോൾ ധ്യാനം ചെയ്യാത്തവർക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ അപൂർവ നിമിഷങ്ങളിൽ മാത്രം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന തലങ്ങളാണ്. നിങ്ങളെ ഏറ്റവും നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുമായി ഇടപഴകിപ്പോയവർ പെട്ടെന്ന് നിങ്ങളെ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ദുരവസ്ഥയിൽ മാറിപ്പോവുകയും അതുപോലെ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. എങ്ങനെയാണ്? സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ സ്വാർത്ഥപരമായതും സ്വാർത്ഥതയല്ലാത്തതുമായ തലത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇന്ന് അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെങ്കിൽ കലഹിക്കുക സ്വാഭാവികമാണ്. ഞാൻ പലയിടത്തു നിന്ന് ഗ്രഹിച്ചതും സ്വയം എനിക്ക് മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ നിങ്ങളുമായി കലഹിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവ് നിങ്ങളുമായി കലഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുന്നുണ്ട്. അതല്ല, മാതൃകാ ദമ്പതികളായിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സ്നേഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അവരെ ജീവിതത്തിൽ രണ്ട് സമാന്തര രേഖകളായിട്ട് പോകുന്നുള്ളൂ. അറ്റങ്ങൾ മുട്ടിക്കാത്ത രണ്ട് സമാന്തര രേഖകളായിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാവിലെ പിണങ്ങി വൈകിട്ട് ഇണങ്ങുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാര്യ ഭർത്തൃബന്ധത്തിന് ഊടും പാവുമുണ്ട്. ഇല്ലെങ്കിൽ അവര് പുറമേ അഭിനയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു കാപട്യമുണ്ട്. ഈ ലോകത്തിൽ നമുക്കറിയാവുന്നതാണ്, ബന്ധുക്കളായാലും ശരി, ആരായാലും ശരി, അങ്ങനെ ഒരു തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ പോലും അച്ഛനമ്മമാർ സ്നേഹിക്കുന്നത് ഒരു കാരണവശാലും താൻ പ്രായമാകുമ്പോൾ, ഞങ്ങൾ പ്രായമാവുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ഊന്നുവടിയായി ഇരിക്കണം എന്നുള്ള തലത്തിൽ ചിന്തിച്ചിട്ട് ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല. അത് ദുഃഖത്തിന് വഴിയൊരുക്കും എന്ന് ഗ്രന്ഥങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തെ സംബന്ധിച്ച്. യേശുദേവന്റെ സ്നേഹം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ കഥയിൽ കൂടി നിങ്ങൾക്ക് സ്പഷ്ടമാക്കാം. ഇതുപോലെ തന്നെ ബുദ്ധന്റെ സ്നേഹമായാലും യേശുദേവന്റെ സ്നേഹമായാലും അത് രണ്ടും ഞാൻ ഇതിനകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. യേശുദേവൻ ഒരു ദിവസം, അദ്ദേഹം പ്രവാചകനാണ്, പലയിടങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ചുറ്റിക്കറങ്ങി അദ്ദേഹം ഒരു മൈതാനത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു. നല്ല തീക്ഷ്ണമായ ചൂടുള്ള വെയിൽ അല്ലെങ്കിൽ ചൂടുള്ള ദിവസം,
നട്ടുച്ച സമയം ക്ഷീണം തീർക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ചു, വൃക്ഷത്തിന് തണലിൽ അഭയം പ്രാപിച്ചു. ആ വൃക്ഷം ആരുടേതാണെന്നോ സ്ഥലം ആരുടേതാണെന്നോ അദ്ദേഹത്തിന് വെളിവുണ്ടായിരുന്നുള്ള അദ്ദേഹത്തിന് അറിയുന്നില്ല. ആ വൃക്ഷം നിന്നിരുന്നത് മഗ്ദലന മറിയം എന്ന് പറയുന്ന വേശ്യയുടെ ഒരു പറമ്പായിരുന്നു അത്. ആ പറമ്പിൻ്റെ ഒരു കോണിലെ ഒരു വൃക്ഷത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം വരുന്നത്. മഗ്ദലന മറിയം തൻ്റെ വീട്ടിലെ ജനാലയിൽ കൂടി നോക്കിയപ്പോൾ സുന്ദരനായ ഒരു വ്യക്തി, ചെറുപ്പക്കാരനും സുന്ദരനുമായ ഒരു വ്യക്തി തൻ്റെ പറമ്പിലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണം തീർക്കാനിരിക്കുന്നതായിട്ട് അവർ കണ്ടു. മഗ്ദലന മറിയം ആ വ്യക്തിയിൽ ആകർഷനായി. എന്നിട്ട് സാവധാനം നടന്ന് ആ വ്യക്തിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, അല്ലയോ യുവാവേ, നിന്നെ കണ്ടിട്ട് വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ വീട്ടിൽ വരുന്നില്ല? നമുക്ക് അവിടെ ക്ഷീണം തീർക്കാം. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ അവിടെ തരാം എന്ന് യേശുദേവനോട് പറഞ്ഞപ്പോൾ യേശുദേവൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് കുറേ സമയമായി, ഇപ്പം എനിക്ക് എഴുന്നേറ്റ് പോകാനുള്ള സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിലെത്താം എന്ന് പറഞ്ഞു. മഗ്ദലന മറിയം പറഞ്ഞു, ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എനിക്ക് അങ്ങയോട് വളരെയധികം സ്നേഹം തോന്നുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേ യേശുദേവൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വേറൊരു ദിവസം വരാം. നിന്റെ കണ്ണിൽ വളരെയധികം ആവേശമുണ്ട്, ആസക്തിയുണ്ട്. ഞാനൊരു ദിവസം വേറൊരു ദിവസം ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ വീട്ടിൽ കയറാം. അപ്പോൾ മഗ്ദലന മറിയം പറഞ്ഞു, എൻ്റെ വീട്ടിൽ എനിക്ക് വന്നിട്ട് പോകുന്നവർ അനവധിയാണ്. എന്നെ കാണാൻ വരുന്നവരിൽ പലർക്കും എന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെല്ലാം രാജാക്കന്മാർ വരെയുണ്ട്, അവർക്കൊന്നും എന്നെ കാണാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സമയം കൊടുക്കാറില്ല, എനിക്കതിന് സമയമില്ല. പക്ഷേ ഇന്നെനിക്ക് താങ്കളുടെ കൂടെ അല്ലെങ്കിൽ താങ്കൾ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് അല്ലെങ്കിൽ താങ്കളുടെ കൂടെ വരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. യേശുദേവൻ പറഞ്ഞു, നീ പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് നിന്റെ ആസക്തിയിലും നിന്റെ ആവേശത്തിൽ നീ പറഞ്ഞു പോകുന്നതാണ്. മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറും ചക്കര വാക്ക് മാത്രമാണ്. അവരിൽ സ്വാർത്ഥത കുടികൊള്ളുന്നു. അത് യഥാർത്ഥ സ്നേഹമല്ല. ആ സ്നേഹത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് യേശുദേവൻ പറയുന്നത്. ഇതിന് ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഒരവസ്ഥയാണ് ബുദ്ധനും ഉണ്ടായത്. ബുദ്ധൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വളരെയധികം എല്ലാ തരത്തിലും ഉന്നത നിലയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ബോധതലം ഉണർന്നതും അതുപോലെ എല്ലാ തലത്തിലും ഉയർന്ന വ്യക്തിയാണ് ബുദ്ധൻ. ഒരു ദിവസം അദ്ദേഹം ഭിക്ഷയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ചെന്നുപെട്ടത് ഇതുപോലെ ഒരു വേശ്യയുടെ വീട്ടിലാണ്. അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ബുദ്ധൻ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. ബുദ്ധം ശരണം ഗച്ഛാമി അറിയാമല്ലോ. അവരിറങ്ങി വന്നപ്പോൾ പറഞ്ഞു, ഇത്രയും സുന്ദരനും യുവകോമളനുമായ ഒരു വ്യക്തി തൻ്റെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ, അതും ഭിക്ഷയാചിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധനോട് പറഞ്ഞു, എൻ്റെ കൂടെ താമസിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. വേണമെങ്കിൽ എന്നെ വിവാഹം കഴിച്ചോളൂ, എൻ്റെ കൂടെ താമസിച്ചോളൂ. എന്തിനാണ് ഭിക്ഷയാചിക്കുന്നത്? ഭിക്ഷയാചിക്കേണ്ട യാതൊരു ആവശ്യവും അങ്ങേക്കില്ല. എൻ്റെ കൂടെ താമസിച്ചോളൂ. അല്ല, എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണമെന്നില്ല, എൻ്റെ കൂടെ താമസിച്ചാൽ മാത്രം മതി. അതുമല്ലെങ്കിൽ വേണമെന്നില്ല, എൻ്റെ കൂടെ കുറേ ദിവസങ്ങൾ താമസിക്കൂ. അതും പറ്റുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ദിവസം താമസിക്കും. ബുദ്ധൻ പറഞ്ഞു, ഇന്ന് ഏതായാലും സാധ്യമല്ല, ഞാൻ വരും നിന്റെ അടുക്കൽ, എന്നെങ്കിലും ഒരു ദിവസം വരും. എന്നിട്ട് ബുദ്ധൻ തനിക്ക് ഭിക്ഷ കിട്ടിയ പാത്രത്തിൽ നിന്നും ഒരു പഴുത്ത പഴം എടുത്തു കൊടുത്തു. ഒരു ഫ്രൂട്ട്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബനാന ടൈപ്പ് അല്ല, വേറെ ഏതോ ഒരു ഫ്രൂട്ടാണ് എടുത്തു കൊടുത്തത്. പറഞ്ഞ് ഇത് സൂക്ഷിച്ചു വയ്ക്കുക, ഞാൻ വരും എന്ന് പറഞ്ഞ് ബുദ്ധൻ തിരിച്ചുപോയി. വളരെ ഇച്ഛാഭംഗത്തോടുകൂടി ആ സ്ത്രീ ആ പഴം വാങ്ങിച്ചു വെച്ചു. ഒരു ദിവസം കഴിഞ്ഞു, ബുദ്ധൻ വന്നില്ല. 2 ദിവസം കഴിഞ്ഞു, ബുദ്ധൻ വന്നില്ല. 3-ാം ദിവസം കഴിഞ്ഞപ്പോഴും ബുദ്ധൻ വന്നില്ല. കൊടുത്ത പഴം നോക്കിക്കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, പഴത്തിന് പുറവശം എന്തായി മാറി? കറുപ്പ് പിടിച്ചു തുടങ്ങി. അത്
പഴുത്ത ഇരുന്ന പഴത്തിന് ഉണ്ടാകാവുന്ന വികൃതത്വം എല്ലാം അത് കാണിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തെ പഴത്തിന് ഭാവമാറ്റം ഉണ്ടാവും, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബുദ്ധൻ വന്നു. ബുദ്ധൻ വന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ തന്ന പഴം എവിടെ? അത് കൊണ്ടുവരൂ, എടുത്തു കൊണ്ടുവരൂ. ആ സ്ത്രീ പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരാഴ്ച കഴിഞ്ഞു നിങ്ങൾ വന്നിട്ട്. ആ ഒരാഴ്ച കൊണ്ട് ആ പഴം പഴുത്ത് വൃത്തികേടായിപ്പോയി. അതിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അതിൻ്റെ പുറം തോട് കറുപ്പ് പിടിച്ച് പോകാൻ തുടങ്ങി. അത് ഏറ്റവും ഒരു പഴത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് ഞാനത് കളഞ്ഞു. പറഞ്ഞു, ഇതാണ് ഭവതി നിന്റെ ശരീരം. ഇപ്പം നിന്റെ കോമളത്വമുള്ള ശരീരം എന്നെ ആകർഷിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ നീ നല്ല സുഖമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്ത് വെക്കുന്നു, അതിനെ ഭംഗി കൂട്ടി വെക്കുന്നു, അതിൻ്റെ മുഖം ചുവപ്പിച്ച് ചുണ്ട് ചുവപ്പിച്ചിരിക്കുന്നു. നാളെ ഇതേ ശരീരം വേറൊരവസ്ഥയിലായി മരണപ്പെട്ടു പോകുന്നതാണെന്ന് നീ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ആ പഴം തന്നിട്ട് പോയത്. ഈ രണ്ടും യേശുദേവൻ്റെയും ബുദ്ധൻ്റെയും കഥ കേൾക്കുമ്പോൾ ഇവിടെ ഒരാൾ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റൊരാൾ സ്നേഹത്തെക്കുറിച്ച് പറയും. അതായത് യേശുദേവൻ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ബുദ്ധൻ സ്വന്തം ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം ശരീരം എങ്ങനെ അട്ടുപോകുന്നു എന്നുള്ളത് മരണപ്പെട്ടതിന് ശേഷം അല്ലേ, ഒരു ഭാര്യയോ ഒരു മക്കളോ ഒന്നും പറയത്തില്ല. എത്ര സ്നേഹിച്ചിരുന്നാലും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ബോഡിയോടെ വെച്ചേക്കും, എനിക്കത് കാണണം, എന്നെ എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്ന് ഒരിക്കലും പറയില്ല. എളുപ്പം എടുത്തുകൊണ്ട് പോകാനേ പറയത്തുള്ളൂ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിനല്ല, ആത്മതത്വത്തിൽ കൂടി ആത്മാവിലേക്ക് എത്തിച്ചേരേണ്ടതാണ് സ്നേഹമെന്ന് വ്യക്തമായൊരു ധാരണ വേണം. സ്വാർത്ഥതയ്ക്ക് നമ്മളിപ്പോൾ കാണുന്ന എല്ലാം മോഡിഫൈഡ് സ്നേഹമാണ്. അതായത് ഷോ പീസാണ് സ്നേഹമെന്ന് പറയുന്നത്. എന്തെങ്കിലും തന്ന് സ്നേഹിക്കുന്നത് പോലും ഷോ മാത്രമാണ്. മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കുന്നതിന് വേണ്ടി കൊടുത്ത് മേടിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിനപ്പുറത്തേക്ക് ആത്മതത്വത്തിലൊരു സ്നേഹമുണ്ടെന്നും ആ സ്നേഹത്തിൽ കൂടി നോക്കുന്ന കണ്ണുകൾക്ക് നിങ്ങളൊരു വസ്തുവല്ല, സത്യമായിട്ടും ഒരു സിദ്ധനായി തന്നെ ഒരു മനുഷ്യന്റെ അവസാന തലത്തിലേക്ക് എത്തുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ നോട്ടം എത്തിച്ചേരുകയും നിങ്ങളെ യഥാർത്ഥ മനുഷ്യനായി കാണുവാനും സാധിക്കും. ഇതുപോലെ തന്നെയാണ് വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം തന്നെ. നിങ്ങൾ സ്നേഹിച്ച് നോക്കൂ, വൃക്ഷങ്ങൾക്ക് പേരിടൂ, വൃക്ഷങ്ങൾക്ക് പേരിട്ട് അതിനെ വിളിച്ചു നോക്കൂ, നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കൂ. ഒരു വൃക്ഷത്തെ നിങ്ങൾക്ക് ഒരു വ്യക്തിയാക്കി മാറ്റാൻ കഴിയും. അതുപോലെ ഒരു മൃഗത്തെ പോലും നിങ്ങൾ പേരിട്ട് വിളിച്ചു നോക്കി കുറേ ദിവസം കഴിയുമ്പോൾ ഒരു വസ്തു അല്ലാതായി തീരും, അതൊരു വ്യക്തിയായി തീരുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ സ്നേഹം കൊണ്ട് എന്തിനേയും കീഴടക്കാമെന്ന് വ്യക്തമായ ഒരു അറിവ് നേടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ചെറിയ കഥകൾ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം.